Hi all. So today what I am going to do is to introduce to you what exactly a pointer is. So ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു പോയിൻറ്റേഴ്സ് ആണ്. എന്തിനാണ് നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള പ്രോഗ്രാംസ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ. സോ പോയിൻറ്റേഴ്സ് എന്തുവാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു നോ ഹൗ ഡേറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ ടു യുവർ മെമ്മറി. സോ ഇൻ യുവർ സ്ക്രീൻ ഇവിടെ ഞാനൊരു ചെറിയൊരു ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തിങ്ക് ലൈക്ക് ദ റൈറ്റ് സൈഡ് വാട്ട് എവർ യു സീ ദ ചെറിയ ഓരോ ബ്ലോക്കും നിങ്ങൾ കാണുന്നു പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മെമ്മറി ബ്ലോക്സ് എന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ മെമ്മറി ബ്ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ദി ഹാർഡ് ഡിസ്ക് സ്പേസ്, ഇറ്റ് ഈസ് യുവർ റാം സ്പേസ്, റാൻഡം ആക്സസ് മെമ്മറി സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഓരോ ബ്ലോക്കും ഓരോ മെമ്മറിയാണ്. നമുക്കറിയാം ഓരോ ബ്ലോക്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈറ്റ് ആണ് കൺസിഡർ ചെയ്യുക. 1 ബൈറ്റ് മെമ്മറിയാണ് ഓരോ ബ്ലോക്കിനും എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് 8 ബിറ്റ്സ് ആണ് ഒരു ബ്ലോക്ക് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എവരി ഈ മെമ്മറിയുടെ കേസിൽ ഈ ഓരോ ബ്ലോക്കിനും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇറ്റ് ഹാസ് എ മെമ്മറി അഡ്രസ്. അതിനൊരു മെമ്മറി അഡ്രസ് ഉണ്ട്. ഓരോ ബ്ലോക്ക് നമ്മളിവിടെ എടുത്താലും ആ ഓരോ ബ്ലോക്കിനും വി ഹാവ് എ മെമ്മറി അഡ്രസ്. സോ ഇത് ഞാൻ തൽക്കാലം എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന മെമ്മറി അഡ്രസ് ആണ് 2205, 206, 207, 208. സോ ഈ ബ്ലോക്ക് ഓഫ് മെമ്മറി ഇവിടെ ഞാൻ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നു അതിൻ്റെ അഡ്രസ്സാണ്. നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് പോലെ നമ്മുടെ വീടിൻ്റെ ഒരു യുണീക്ക് അഡ്രസ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വരുന്ന പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുന്നത്. അതേപോലെ ഒരു മെമ്മറി ആണെങ്കിൽ മെമ്മറിക്കും അതിനായിട്ട് യുണീക്ക് അഡ്രസ്സുകളുണ്ട്. ആ അഡ്രസ്സുകൾ പല രീതിയിലായിരിക്കും. പല നമ്പേഴ്സ് ആയിരിക്കാം, ഹെക്സാ ഡെസിമൽ വാല്യൂസ് ആയിരിക്കും. സോ ദിസ് ഇസ് വാട്ട് മെമ്മറി ആൻഡ് അഡ്രസ്സസ്. സോ നോർമലി നമ്മൾ പ്രോഗ്രാമിൽ വെൻ യു ഡു സംതിങ് ലൈക്ക് ദാറ്റ് ഇൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടോൾഡ് യു ഓൾറെഡി ഇൻറ്റ് എക്സ് മീൻസ് യു ആർ ഡിക്ലെയറിങ് ദി വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ആർ റിസർവിങ് മെമ്മറി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ എക്സ്. ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ട് ആ മെമ്മറിക്ക് ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ വി ഹാവ് സ്റ്റഡീഡ് ഇഫ് യു ആർ യൂസിങ് ആൻ ഇൻറ്റിജർ വേരിയബിൾ based on the compiler you can store it, the size for an integer variable is 4 bytes or 2 bytes. So ഇവിടെ ഞാൻ 4 bytes ആണ് എക്സിൻ്റെ മെമ്മറി സൈസ് എന്ന് പറഞ്ഞാൽ 4 bytes ആണ്. 4 bytes ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന മെമ്മറി ബ്ലോക്കിൽ ഫ്രീ ആയിട്ടുള്ള 4 മെമ്മറി ബ്ലോക്സ് 4 മെമ്മറി ബ്ലോക്സ് റിസർവ് ചെയ്ത് വെക്കും. റിസർവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഈ ഇത്രയും മെമ്മറി ബ്ലോക്സ് ഇപ്പം ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനുള്ള മെമ്മറി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 206 ആണെങ്കിൽ 6 ഈ 4 ബൈറ്റ്സ് എന്ന് വെച്ചാൽ ഓരോ ബൈറ്റിൻ്റെ 4 ബൈറ്റ്സ് ഉള്ള മെമ്മറി റിസർവ് ചെയ്ത് വെക്കും. റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആ മെമ്മറിക്ക് ഒരു പേരുണ്ട്, ഒരു വേരിയബിൾ നെയിം ഉണ്ട്. ദാറ്റ് നെയിം ഇസ് എക്സ് എന്ന് പറഞ്ഞ പേരിൽ ഈ മെമ്മറി ബ്ലോക്കിനെ റിസർവ് ചെയ്ത് വെക്കും. സോ ഈ മെമ്മറിയിലോട്ടായിരിക്കും നമ്മൾ എക്സിനകത്ത് കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ആകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൽ തന്നെ ഈ എക്സിന് ഒരു എക്സ് ഈക്വൽ ടു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ മെമ്മറി ബ്ലോക്ക് റിസർവ് ചെയ്തേക്കുന്ന മെമ്മറി ബ്ലോക്കിലായിരിക്കും ഈ 5 വന്ന് സ്റ്റോർ ആകുന്നത്. 5 എന്ന് പറഞ്ഞ വാല്യൂ വന്ന് സ്റ്റോർ ആകുന്നത് ഈ മെമ്മറി ബ്ലോക്കിലായിരിക്കും. റൈറ്റ്. സോ ആ മെമ്മറി ബ്ലോക്കിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ആകും. സോ ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ സാധാരണ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ പർട്ടിക്കുലർ മെമ്മറി ബ്ലോക്കിൽ വന്ന് സ്റ്റോർ ആകും. പക്ഷേ അത് 206 ആണോന്നില്ല, റാൻഡംലി ഇറ്റ് വിൽ പിക്ക് ദി മെമ്മറി. പക്ഷേ എനിക്ക് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഐ വാണ്ട് ടു നോ വെയർ ദിസ് വാല്യൂ ഇസ് സ്റ്റോർഡ്. അതായത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ ഏത് മെമ്മറി അഡ്രസ്സിലാണ് സ്റ്റോർ ആയിരിക്കുന്നത്. എനിക്കത് ആ 5ൻ്റെ അഡ്രസ്സ് 5 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന മെമ്മറി അഡ്രസ്സ് ഏതാണെന്ന് എനിക്കറിയണം. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ സംതിങ് കോൾഡ് ആസ് പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു വേരിയബിളാണ്. പോയിൻറ്റർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റേഴ്സ് ആർ ഓൾസോ വേരിയബിളാണ്, ഒരു വേരിയബിളാണ്. പക്ഷേ ഈ വേരിയബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർസ് അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അതായത് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു വേരിയബിളാണ് ഈ പോയിൻ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ എഴുതുകയാണ്, ഞാനിവിടെ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 ഒരു മെമ്മറിയിൽ പോയി സ്റ്റോർ ആകുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ അതിന് നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യേ പറ്റത്തുള്ളൂ. അപ്പം
ഈ പോയിൻ്റർ വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിൾ തിങ്ക് ലൈക്ക് എനിക്ക് എക്സിൻ്റെ അഡ്രസ്സ് എന്ന് വേണം, എക്സിൻ്റെ അഡ്രസ്സാണ് വേണ്ടതെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് പറയുന്നത്. അത് പോയിൻ്ററായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനകത്ത് നമുക്ക് അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ അതെങ്ങനെ ആ പോയിൻ്റർ എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുക്കാൻ പറ്റൂ. ആ വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു പോയിൻ്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഇപ്പം എക്സിനകത്ത് ഇൻറ്റ് വാല്യൂ ആയതുകൊണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റിജർ പോയിൻ്ററാണ്. ഇൻറ്റിജർ പോയിൻ്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് പറഞ്ഞാൽ പോയിൻ്ററിന് തൊട്ട് മുമ്പായിട്ടൊരു സ്റ്റാർ സിമ്പിൾ ഇടുക, ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. സാധാരണ നെയിമിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാ കൺസ്ട്രെയിൻസും ഇവിടെയും ഉണ്ട്. അതേപോലെ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഒരു പോയിൻ്റർ വേരിയബിൾ ആക്കണമെങ്കിൽ പി എന്ന് പറഞ്ഞ വേരിയബിളിനെ സ്റ്റാർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സ്റ്റാർ അതിന് മുമ്പായിട്ടൊരു സ്റ്റാറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പോയിൻ്റർ വരിക. അതായത് പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിൻ്റർ വേരിയബിൾ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിന് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇനി എനിക്കിവിടെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ പിക്കകത്ത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ പി ഈക്വൽ ടു ആംബ്രസൻറ്റ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ, ആംബ്രസൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്നാണ് പറഞ്ഞത്. എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് പി എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ആകും. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പി ഇസ് എ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടാവണമെങ്കിൽ യു ഹാവ് ടു മേക്ക് പി ആസ് എ പോയിൻ്റർ വേരിയബിൾ. അതായത് ഇപ്പോൾ നിങ്ങളിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക. ക്യാരക്ടർ ഇവിടെ ഞാൻ എക്സ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുമെങ്കിൽ അത് ക്യാരക്ടർ ആയിരിക്കണം. ക്യാരക്ടർ പോയിൻ്റർ ആണെങ്കിൽ മാത്രമേ ഒരു ക്യാരക്ടർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. സോ ദിസ് ഈസ് ദ റീസൺ വൈ വി ആർ യൂസിങ് പോയിൻ്റേഴ്സ്. പോയിൻ്റേഴ്സിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂസസ് ഇറ്റ് ഹെൽപ്സ് us in dynamic memory allocation. അത് എന്തിനാണെന്നുള്ളത് I will talk about it later. When you talk about arrays, I will talk what exactly this dynamic memory allocation is. ഇത് മാത്രമല്ല ഒരുപാട് യൂസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ വെളിയിലിരിക്കുന്ന വേരിയബിളിനെ നമുക്ക് വേരിയബിളിൻ്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യണമെങ്കിൽ you can use a pointer there. Through the address we can access. So there are many use for these pointers. So പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ വേരിയബിൾ. സാധാരണ നമ്മൾ വേരിയബിൾ പോലെ തന്നെ, പക്ഷേ സാധാരണ ഇൻറ്റ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഇൻറ്റിജർ വേരിയബിൾ. പക്ഷേ സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് എ പോയിൻ്റർ വിച്ച് ക്യാൻ സ്റ്റോർ ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ വിച്ച് സ്റ്റോർസ് എ ഇൻറ്റിജർ വാല്യൂ. ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ കഴിയും. എങ്ങനെ അഡ്രസ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ യൂസിങ് ദി ആംപർസൻഡ് സിമ്പിൾ. സോ ഐ വിൽ ഷോ യു വിത്ത് എ സ്മോൾ ഒരു ചെറിയ പ്രോഗ്രാമിൽ നമുക്ക് തുടങ്ങിയിട്ട് we will see how it is going to work. So നമുക്ക് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി I am opening up the Sublime Text here. Sublime Text ഞാൻ ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. എനിക്കൊരു പോയിൻ്റർ വേരിയബിളാണ്, ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് വി ആർ ഗോയിങ് വിത്ത് ആഷ് include stdio.h. ഇനി അടുത്തത് void main, അല്ലെങ്കിൽ I'll go for int main. ഇത് വേണമെങ്കിൽ വി ക്യാൻ യൂസ് ഇറ്റ് ഹിയർ. ഇനി ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ എക്സ് ഈക്വൽ ടു 10 എന്ന് എഴുതി. എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. ഈ എക്സിനെ ഞാൻ പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് ചെയ്യുമ്പോൾ %d എക്സ് എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഈ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മീ സേവ് ദിസ്. ഇത് ഓൾറെഡി സേവ് ചെയ്ത പ്രോഗ്രാം ആയിരുന്നു. സ്ട്രക്ചർ സി എന്ന് പറഞ്ഞ് സേവ് ചെയ്താൽ ഞാൻ സേവ് ആസ് കൊടുത്ത് മാറ്റുകയാണ്. Desktop C, and I'm making this name as pointer. Now I have to open up the terminal. Open ചെയ്തു. Then I'm going to desktop to go on cd c. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ gcc space pointer .c ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് റൺ ചെയ്യണം .a.out. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ 10 എന്നുള്ള വാല്യൂ ഇവിടെ
പ്രിൻ്റ് ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഞാനൊരു /n കൊടുത്താൽ ന്യൂ ലൈനിൽ അത് പ്രിൻ്റ് ആകും. ന്യൂ ലൈനിൽ അത് പ്രിൻ്റ് ആവുന്നതാണ്. GCC കമ്പൈൽ ചെയ്യുന്നു, 10 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. എനിക്കിപ്പോൾ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് വേണം. അഡ്രസ്സ് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ യൂസ് എ ആംപർസൻഡ് സിമ്പൽ. ആംപർസൻഡ് സിമ്പൽ എക്സിന് മുമ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആംപർസൻഡ് എക്സ് എന്ന് കൊടുത്താൽ ഈ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്തേക്കുന്ന അഡ്രസ്സ്, ഇത്രയും നേരം വാല്യൂ ആണ് റൺ ചെയ്തത്. So you can see the let me check it. Yeah, so ഈ അഡ്രസ്സ് ഇപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ പ്രിൻ്റ് ചെയ്യുന്ന ഇറ്റ് ക്യാൻ ടേക്ക് എൻ ഹെക്സാഡെസിമൽ വാല്യൂസ് വരുന്നത് കൊണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് സ്പെസിഫയർ P എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം. സോ ഹിയർ വി ആർ സ്റ്റോറിങ് ദിസ് %P. ഇനി ഡയറക്റ്റ് ഇവിടെ ഞാൻ പോയിൻ്റർ ഒന്നും യൂസ് ചെയ്തില്ല, ഡയറക്റ്റ്ലി എക്സിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുകയാണ്. എക്സിൻ്റെ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് ഇനി ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്നുള്ള വാല്യൂ ഏത് അഡ്രസ്സിലാണോ സ്റ്റോർ ചെയ്തേക്കുന്നത്, ദിസ് ഇസ് ദി അഡ്രസ്, യു ക്യാൻ സീ ദാറ്റ് ഇതൊരു ഹെക്സാഡെസിമൽ അഡ്രസ്സാണ്. ആ അഡ്രസ്സിലോട്ടാണ് സ്റ്റോർ ആയിരിക്കുന്നത്. സോ ഇതിങ്ങനൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ നമുക്കുണ്ടെങ്കിൽ അത് സ്ട്രിങ് ആണ്, പക്ഷേ ഇത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. സോ ഇത് ഡയറക്റ്റ്ലി ഞാൻ പ്രിൻ്റ് ചെയ്തത്. എനിക്കിതിന് പകരം ഈ എക്സിൻ്റെ വാല്യൂ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യണം. അതായത് എക്സിൻ്റെ അഡ്രസ്സ് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യണം. അങ്ങനത്തെ കേസ് വരണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ *p എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ p എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റർ വേരിയബിളാണ്. ഇനി പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഇപ്പോൾ *x എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എനിക്ക് ഇതാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് വേരിയബിളിലോട്ട്. *x കൊടുത്തിട്ട് ഇവിടെ ഞാൻ p കൊടുത്താൽ സോറി ഇറ്റ്സ് ഹെക്സാഡെസിമൽ, സോ യു ഹാവ് ടു ഗോ ഫോർ p. ഇവിടെ ഞാൻ p കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ആദ്യം ഒരു p എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ആവും. ഈ പോയിൻ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. അതുകൊണ്ടാണ് *p എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. വി കോൾ ദിസ് ആസ് എൻ ഇൻറ്റിജർ പോയിൻ്റ്. ആൻഡ് ദെൻ ഈ എക്സിൻ്റെ അഡ്രസ്സ് നമ്മളെടുത്ത് പിയിലോട്ട് സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ ഇവിടെ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രിൻ്റ് ചെയ്യുന്നതിന് വരെ ആ വാല്യൂ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അതായത് അഡ്രസ്സ് വേറൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അങ്ങനെ വേണമെങ്കിൽ ആ വേരിയബിൾ ഒരു പോയിൻ്റർ ആയിരിക്കണം. അപ്പോൾ സോ പോയിൻ്റർ ആയിട്ട് ഞാൻ ഇതിനെ ഡിക്ലെയർ ചെയ്തു, പീനെ പ്രിൻ്റ് ചെയ്തു. പീനെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റൺ ചെയ്താൽ ആ പർട്ടിക്കുലർ അഡ്രസ്സ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്തു. ഇനി ഇതേപോലെ ഈ പോയിൻ്ററിൽ എനിക്ക് ഈ അഡ്രസ്സിനകത്ത് ഇപ്പോൾ പിക്കകത്തിരിക്കുന്നത് എക്സിൻ്റെ അഡ്രസ്സാണ്. ഈ പി യൂസ് ചെയ്ത് തന്നെ എക്സിനകത്തിരിക്കുന്ന വാല്യൂ എനിക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ *p എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് ഡസ് ഇസ് പി എന്ന് പറഞ്ഞ പോയിൻ്ററിനകത്തിരിക്കുന്ന അഡ്രസ് ലൊക്കേഷനിലുള്ള വാല്യൂ, ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. പി എന്ന് പറഞ്ഞ പോയിൻ്ററിലിരിക്കുന്ന അഡ്രസ്സ് ഏത് വേരിയബിളിൻ്റെ എക്സിൻ്റെയാണ്. എക്സിനകത്തുള്ള വാല്യൂ 10. ആ 10 നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. GCC കൊടുത്തു, നമുക്ക് നോക്കുമ്പോൾ 10 ആണ്. സോ പ്രീവിയസ്ലി ഈ 10 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വേരിയബിൾ ആയതുകൊണ്ട് ഞാൻ ഇവിടെ %d ആക്കിയത്. അതല്ല, നിങ്ങൾ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ സംതിങ് കോൾ p എന്ന് പറഞ്ഞുള്ള ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യുക. സോ ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് പോയിന്റേഴ്സ്. ലേറ്റർ നമ്മൾ ഇനി പോയിന്റേഴ്സ് ബേസ് ചെയ്തുള്ള പ്രോഗ്രാംസ് ചെയ്യണം. സോ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് എ വേരിയബിൾ, ഇറ്റ് എ സിമ്പിൾ വേരിയബിൾ ആണ്. ബട്ട് വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. സോ നെക്സ്റ്റ് ലെക്ചർ വി വിൽ സീ ഹൗ ടു ഡു പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ പോയിന്റേഴ്സ്. അതായത് അറേ എങ്ങനെ പോയിൻ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓൾ ദീസ് തിങ്സ് വിൽ സീ ഇൻ ദ ലേറ്റർ ലെക്ചേഴ്സ്. സോ താങ്ക് യു.